ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഥാർത്ഥമായി ദൈവഹിതത്തെ മനസ്സിലാക്കുവാനും ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകുവാനും സഹായകമാകുന്ന ചില ഉദാഹരണങ്ങളും ജീവിതാനുഭവങ്ങളും വചനത്തിലെ ചില ഭാഗങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില തിരിച്ചറിവുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തിലൂടെ നൽകി തരട്ടെ. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുവൈറ്റിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യാത്രയായതുകൊണ്ട് കിട്ടുന്ന സാഹചര്യത്തിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോഴേ പല പ്രിയപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടാതെ ഇരിക്കരുത്, അതുകൊണ്ടാണ് മുടങ്ങാതെ ഇടുന്നത്. ഉള്ള സാഹചര്യത്തിൻ്റെ അകത്തങ്ങ് ഇടുകയാണ്. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവവചനം കേൾക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ശുശ്രൂഷകളിൽ പലയിടങ്ങളിലും വെച്ച് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് ആത്മീയമായി സന്തോഷത്തിൽ പോകുന്ന പല പ്രിയപ്പെട്ടവരെയും നേരിട്ട് കാണാനിടയായി തീർന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ അടിയനെയും കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവാശ്രയവും ദൈവഹിതവും, ഇതാണ് ഇന്ന് ഈ മെസ്സേജിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പല സമയങ്ങളിലും ഞാനടക്കമുള്ളവർ പല സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ തന്നെ മനുഷ്യരിലും ആശ്രയിക്കാറുണ്ട്. അത് എവിടെങ്കിലും നമ്മുടെ കഷ്ടതയുടെ മുമ്പിൽ നമുക്കൊരു പിടിവള്ളി കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ പ്രതീക്ഷയോടെ പല വ്യക്തികളിലും പോയി ആശ്രയിക്കും. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ നേരോടെ നിന്നിട്ടുമാണ് ആശ്രയിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അവിടുന്ന് കിട്ടാതെ ഇരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, കുറവുകളില്ല, പാപമില്ല. നീതിയോടെയും സത്യസന്ധതയോടെയും ദൈവകൃപയോടെയും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളൊരു സഹായത്തിന് വേണ്ടി നമ്മൾ പോയ അല്ലെങ്കിൽ നമ്മൾ സമീപിച്ച വഴികൾ അടയപ്പെടുമ്പോൾ നമുക്ക് ആ വ്യക്തികളോട് വേദനയുണ്ടാകും, പരിഭവം ഉണ്ടാകും. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാൻ ഇത്രയും ദൈവസന്നിധി നിന്നിട്ട് എന്തിനാണ് ഇതൊക്കെ ഉണ്ടായത്? പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ എങ്ങനെയാണ് സത്യത്തിൽ ദൈവാശ്രയം പഠിക്കുന്നത്? ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് അനുഭവത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പങ്കിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടുതൽ വ്യക്തമാകും. പല സമയങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേറിയതാണ്. ഉദാഹരണത്തിന്, ഒരു വീട് പണി ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ ഫൗണ്ടേഷന്റെ പണി നടക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഈ വാനമൊക്കെ എടുത്ത് അവിടെ ഇടുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് ചെല്ലുമ്പം നമുക്കാകെ, പ്രത്യേകിച്ച് മഴയൂടെ പെയ്ത് കിടക്കുന്ന സമയമാണെങ്കിൽ, കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാകെ അങ്ങ് പ്രയാസപ്പെടും. മൊത്തം ചള്ളയും കല്ലും കുഴിയും, ഇതെന്താ ഇത്? ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും, നോക്കും. കാരണം എല്ലാം കുത്തി ഇളക്കി ഇട്ടിരിക്കുകയാണ്, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന എഞ്ചിനീയറിന്റെ മനസ്സിൽ ഒരിക്കലും ഈ ഇളകിക്കിടക്കുന്ന ഈ സ്ഥലവും ചെതറിക്കിടക്കുന്ന കല്ലുകളും കുഴിച്ചിട്ടിരിക്കുന്ന വാനവും ഒന്നും ആയിരിക്കില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ മനോഹരമായി അവിടെ ഉയർത്തപ്പെടുവാനായിട്ട് പോകുന്ന ഒരു കെട്ടിടമായിരിക്കും. സത്യമല്ലേ? ഇതുപോലെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ പലതും. നമ്മൾ അതിനെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് അവ്യക്തതകളാണ്, നമുക്കത് മനസ്സിലാകാതെ ഇരിക്കും. പക്ഷേ ഒരു ചിത്രകാരൻ ഒരു ചിത്രം പൂർത്തിയാക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും ദൈവം പൂർത്തിയാക്കും. ഞാനിത് വചനത്തിലെ ഒരു ഭാഗത്തിലൂടെയും ചില ജീവിതാനുഭവങ്ങളിലൂടെയും നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, നമുക്ക് പല സമയങ്ങളിലും വ്യക്തികളോടൊക്കെ വൈരാഗ്യം തോന്നും, വിരോധം തോന്നും, ഇല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥമായ ദൈവാശ്രയം നമ്മൾ മനസ്സിലാക്കുക, ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുക. ദൈവഹിതവും ദൈവാശ്രയവും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതിൻ്റെ അകത്തെ ദൈവത്തിൻ്റെ ഗോഡ്സ് ടൈമിങ്. രണ്ട്, ഗോഡ്സ് വിൽ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം
40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ഗതികേട് കൊണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാം, ഒരാളെ സമീപിച്ചൊരു വ്യക്തിയുണ്ട്. മറ്റാരുമല്ല, യോസഫാണ്. അപ്പം അദ്ദേഹം അവിടെ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത്, ജയിലിലാണ് കിടക്കുന്നതെന്ന് ഓർക്കണം, ജയിലിൽ കിടക്കുന്ന സമയത്ത് 2 വ്യക്തികൾ ആ ജയിലിലേക്ക് വന്നു. ഒരാള് അന്നത്തെ രാജാവിൻ്റെ ബേക്കറാണ്, അപ്പപ്രമാണിയാണ്. മറ്റേയാള് കപ്പ് ബെയറാണ്. അപ്പം ഇവർ 2 പേരും എന്തൊക്കെയോ അനുസരണക്കേടുകൾ കാണിച്ചു. അവരെ ആ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവര് സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം ഈ യോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. കാരണം അതിന് വ്യാഖ്യാനിക്കാനുള്ള ഒരു കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഈ പാനപാത്രവാഹകനോട് യോസഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സത്യത്തിൽ ആ മനുഷ്യന്റെ എന്ത് പറയുന്നത്, ആ പിടയ്ക്കുന്ന ഹൃദയത്തിന്റെ അകത്തു നിന്ന്, തകർന്ന ഹൃദയത്തിന്റെ അകത്തു നിന്നുള്ള വാക്കുകളാണ്. എനിക്ക് ആ വാക്കുകളെ അങ്ങനെയാണ് തോന്നിയത്. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കണ്ടോ, 14-ാമത്തെ വാക്യമാണ്. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് എൻ്റെ വസ്തുത ഒന്ന് ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് രക്ഷിക്കണം. എന്നെ ഇവിടുന്ന് കട്ടുകൊണ്ട് വന്ന ഞാൻ ഇവിടെ കിടക്കേണ്ടതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. എങ്ങനെയാ? എന്നോട് ദയ തോന്നി, എന്നോട് കരുണ തോന്നി, എന്നെ ഒന്ന് രക്ഷിക്കണം. ഈ വാക്കുകൾ വെറുതെ പറഞ്ഞ വാക്കുകളൊന്നുമല്ല, ഉള്ളത്തിൻ്റെ അകത്തുനിന്ന് പിടയ്ക്കുന്ന ഹൃദയത്തിൽ നിന്ന് മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ്. എന്നെ കട്ടുകൊണ്ട് വന്നതാണ്, ഞാൻ ഇവിടെ കിടക്കേണ്ടതിന് ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ. ദൈവകൃപയുള്ള മനുഷ്യൻ, ദർശനം കണ്ട മനുഷ്യൻ, വെളിപ്പാട് കണ്ട മനുഷ്യൻ. അതുകൊണ്ട് തീർന്നു? ഇല്ല. പുത്തിഫറിന്റെ വീട്ടിൽ പാപം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും തന്നെ മുമ്പിൽ വന്നപ്പം അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അവിടുന്ന് ഓടിക്കളഞ്ഞൊരു മനുഷ്യൻ. ഇതെല്ലാം വന്നിട്ടും പിന്നെയും കുണ്ടറയിലാണ്, കാരാഗ്രഹത്തിലാണ്, ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം പറയാം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആ രാജാവിനോട് പോയി ഒന്ന് പറയണം, കാരണം നിന്നെ ദൈവം ഉയർത്തുമെന്ന് എനിക്കറിയാം. അന്നേരം എൻ്റെ കാര്യം എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇല്ലേ? പല സമയത്തും നമ്മളും പല റെക്കമെൻഡേഷൻസിന് വേണ്ടി സമീപിക്കാറുണ്ട്. ചെയ്യുന്നു ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവാശ്രയം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സമയത്തല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അത് ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു സംഭവം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മൊർദെഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം എസ്തറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം ചില ഉപകാരങ്ങളൊക്കെ രാജാവിന് ചെയ്തു കൊടുത്തു. രാജാവ് അദ്ദേഹത്തെ മറന്നു കളഞ്ഞു. ഇപ്പൊ ഈ പല സമയങ്ങളിലും നമ്മൾ പലരെയും വളരെ പ്രതീക്ഷയോടെ സമീപിക്കും. അയ്യോ, എന്നെ ഒന്ന് സഹായിച്ചിരുന്നത് നല്ലായിരുന്നു, ഈ പ്രശ്നത്തിന്റെ അകത്ത് എനിക്ക് ഒരു സഹായകമാകും. നമ്മൾ തന്നെ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കും, ഇല്ലേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, ഈ പാനപാത്രവാഹകൻ ഓർക്കാതെ മറന്നു കളഞ്ഞു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മറന്നു കളഞ്ഞെന്ന് ദൈവാത്മാവിന് എഴുതിയാൽ പോരെ? ഈ ഓർക്കാതെ മറന്നു കളഞ്ഞെന്ന് പറയാനുള്ള കാരണം എന്താ? ചിലത് അങ്ങനെയാണെന്നേ. ഞാൻ എനിക്ക് തോന്നുന്നു 16-17 വർഷം കൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. 2007 മുതൽ 2025 വരെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയതാണ്. ഞാൻ ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ടൊന്നും ഭദ്രതയില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് കർത്താവിനെ അറിഞ്ഞത്. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സുവിശേഷ വേലയുടെ ആരംഭകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുണ്ട്. അന്നും ഇന്നും ആരോടും ബുദ്ധിമുട്ടുകൾ പറയാറില്ല, സഹായിക്കണമെന്ന് പറയാറില്ല. നിങ്ങൾ ഈ ചാനലിൽ നോക്കിയ അക്കൗണ്ട് നമ്പരോ ഗൂഗിൾ പേ നമ്പറുകളോ എന്നെ സഹായിക്കും, മിനിസ്ട്രിയെ സഹായിക്കും, അങ്ങനെയൊന്നും പറയാറില്ല. ദൈവം നമുക്ക് തരാനുള്ളത് തരും. പക്ഷേ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ആരോടും ചോദിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില പ്രതീക്ഷകൾ ഉണ്ടാകും. അപ്പം ഈ പഠിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ വിട്ടുമാറാത്ത രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഒത്തിരി ഞെരുക്കത്തിപ്പോയ സമയങ്ങളുണ്ട്. അപ്പം ഈ പലരും ഈ വെളിയിൽ നിന്നൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്കൊരു പ്രതീക്ഷ കാണും. എന്താ പ്രതീക്ഷ എന്നറിയോ? നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർ തരും. അടിച്ചുപൊളി ജീവിതത്തിന് വേണ്ടിയല്ല, കുഞ്ഞുങ്ങൾക്ക് വല്ലതും മേടിച്ചു കൊടുക്കാനാണ്, സന്തോഷത്തോടെ കാര്യം പോകാനാണ്. ബുദ്ധിമുട്ട് കൊണ്ടാണ്. ചോദിക്കത്തില്ല, പക്ഷെ മനസ്സിൽ പ്രതീക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വണ്ടി ഓടിച്ച് പല സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷിച്ചിടത്തുനിന്ന് ഒന്നും കിട്ടാതെ കൈ അടച്ച് വീട്ടിൽ വന്ന്
കരഞ്ഞ സമയങ്ങളുണ്ട്. അന്നേരം ഒന്നും നമുക്കൊരു തിരിച്ചറിവുണ്ടായില്ല. അന്നേരം നമ്മൾ പിന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അടിച്ചുപൊളിക്കല്ല, ദ്രവ്യാഗ്രഹം കൊണ്ടല്ല, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. പക്ഷേ സ്തോത്രം, യഥാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണെന്നറിയോ? നിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു ദൈവിക മർമ്മം വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യരിലും ഞാൻ ആശ്രയിക്കാറില്ല. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ചായി. കാരണം എനിക്ക് മനസ്സിലായി, അന്നും ദൈവം ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പം ഈ ഒരു പ്രശ്നം വരുമ്പോൾ അവർ സഹായിക്കും, അവർ ചെയ്യാമെന്ന് പറഞ്ഞു, അവരനങ്ങത്തേ ഇല്ല, മെസ്സേജ് പോലും അയക്കത്തില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ആരെങ്കിലും ദൈവം ഒരുക്കും. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പ്രതീക്ഷകളല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിൻ്റെ അകത്ത് ഭയങ്കര സമാധാനമായി. ആ സത്യം പറഞ്ഞാൽ ആ കെട്ട് ദൈവം പൊട്ടിച്ചു കളഞ്ഞു, ആ മനസ്സിൻ്റെ അകത്തെ ആ കെട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ ദൈവത്തിലാണ്. നമ്മൾ ജീവിതത്തിനകത്ത് മനസ്സിലാക്കുക, നമുക്ക് ഈ പലയിടത്തും പ്രതീക്ഷയുണ്ട്. അത് നമ്മുടെ പ്രതീക്ഷയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തികൾ നടന്നാലും അത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കാരണമായി തീരത്തില്ല. യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതല്ലേ? ഇതുപോലത്തെ ഒത്തിരി അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നീട് ദൈവം എന്നെ ഇത് പഠിപ്പിച്ചു, ഇരുത്തി പഠിപ്പിച്ചു. എടാ മോനെ, ഇത് ഇങ്ങനല്ലടാ, ഇത് ഇങ്ങനാടാ, നീ അത് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അറിയാത്തവർ സഹായിച്ചിട്ടുണ്ട്, അറിയാവുന്നവര്. അപ്പം അന്നൊക്കെ നമുക്ക് അവരോട് വിഷമം തോന്നും, അവരൊക്കെ ഇത്ര ഉണ്ടായിട്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ എന്നൊക്കെ അല്ലേ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഉറവിടം ദൈവമാണ്. ദൈവത്തിലെ ആശ്രയിക്കാവൂ, ദൈവം നടത്തും. അന്നത്തോടുകൂടി ആ ഭാരം മാറി, ആരോടും വേദനയില്ല, ആരെയും ആ ഒരു രീതി സമീപിക്കത്തുമില്ല. അതുകൊണ്ട് എന്ത് സമാധാനമുണ്ട് മനസ്സിൻ്റെ അകത്ത്. പണത്തിന് വേണ്ടി സുവിശേഷ വേല, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, ദ്രവ്യാഗ്രഹം അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ബുദ്ധിമുട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം ഇദ്ദേഹം സത്യത്തിൽ യോസഫിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇദ്ദേഹം എന്തുവാ സത്യത്തിൽ, ഇദ്ദേഹം ആ പറയുന്ന വാക്കുകൾ, എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടുപോയെന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് പുറത്തിറക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അദ്ദേഹം ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞാലും പരിശുദ്ധാത്മാവിന് ചിലത് നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ പറയാനായിട്ടുണ്ട്. ആ വഴി അടഞ്ഞുപോയി അദ്ദേഹത്തിന് മുമ്പിൽ. പിന്നെയും 2 കൊല്ലം അദ്ദേഹം ആ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പറയാൻ എളുപ്പമാണ്, 2 കൊല്ലം. ആരാണെന്നറിയാമോ? പാപം ചെയ്തിട്ടല്ല കിടന്നത്, കൃപയില്ലാഞ്ഞിട്ടല്ല കിടന്നത്, ദർശനമില്ലാഞ്ഞിട്ടല്ല കിടന്നത്. കൃപയുള്ളവൻ, വെളിപ്പാടുള്ളവൻ, ആലോചനയുള്ളവൻ, ആരെക്കാളും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നവൻ, ഇത്രയും കർശനമായ കൽപ്പനകൾ ഇല്ലാതിരുന്ന കാലത്ത് പോലും തൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാതെ ദൈവഭയം നിമിത്തം അവിടുന്നൊക്കെ ഓടിപ്പോയി മാറി നടന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന നിങ്ങളൊന്ന് ഓർത്തു നോക്കി. വീണ്ടും 2 കൊല്ലം കുണ്ടറയ്ക്കകത്ത്. അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഈ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അന്ന് ഈ ഒരു കാരാഗ്രഹ പാനപാത്രവാഹകൻ ഇദ്ദേഹത്തെ ഉയർത്തിയിരുന്നെങ്കിൽ എത്തുന്നതിന് ഒരു പരിധി ഉണ്ടാകുമായിരുന്നു, ഒരു ലെവൽ ഉണ്ടാകുമായിരുന്നു. ചില വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില മേൽത്തരമായതിലേക്ക് നടത്താനാണ്, ദൈവികമായതിലേക്ക് നടത്താനാണ്. പക്ഷെ ഈ വ്യക്തിയെ തന്നെ ദൈവം ഉപയോഗിച്ചു, ഈ പാനപാത്രവാഹകനെ തന്നെ ദൈവം ഉപയോഗിച്ചു, ഇല്ലേ? അടുത്ത 41-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഫറവോൻ ഒരു സ്വപ്നം കണ്ടിട്ട് അതിന്റെ അർത്ഥവ്യാഖ്യാനം നൽകുവാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി അന്നേരം ഓർത്തു. അപ്പോൾ ഈ സെയിം ആളെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ ദൈവത്തിന്റെ ടൈമിങ്ങിന്റെ വ്യത്യാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവഹിതം, ദൈവത്തിന്റെ സമയം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ പറയാൻ എളുപ്പമാണ്, ഇല്ലേ? കേൾക്കാനും എളുപ്പമാണ്. പക്ഷെ കടന്നു പോകുമ്പോഴേ അറിയത്തുള്ളൂ. 2 കൊല്ലമൊക്കെ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പം വസ്ത്രവും മാറ്റി താടിയൊക്കെ ക്ഷൗരം ചെയ്തെന്നാണ്. അപ്പൊ താടിയൊക്കെ വളർന്ന്, എൻ്റെ ദൈവമേ, ഏതൊരവസ്ഥയിലാണ് ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളിയല്ലേ, അല്ലെ? ഒരു വീട്ടിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ, ഒരു ബന്ധനസ്ഥനായി കിടക്കുന്ന അവസ്ഥയിലല്ലേ? അപ്പം അദ്ദേഹത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ ഉയർത്തിയത് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു വഴികളിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി, അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പം നമുക്ക് കുറച്ച് വരയും കുറച്ച് കുത്തുകളും ഒക്കെ ആയിട്ടേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ
വരയ്ക്കുന്ന ചിത്രകാരൻ്റെ ഭാവനയിൽ ഒരു മനോഹരമായ ചിത്രമുണ്ട്. ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവാശ്രയം പഠിക്കുക, ദൈവത്തിൻ്റെ വഴിയെ മനസ്സിലാക്കുക. എബ്രായ ലേഖനത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ദൈവത്തിൻ്റെ ഹൃദയത്തെയും വഴികളെയും അറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. 10-16 കൊല്ലം കൊണ്ട് ഞാനും ഈ വഴി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമാണ് ദൈവത്തിൻ്റെ വഴി. നമ്മുടെ പ്രതീക്ഷകളല്ല ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ. കഷ്ടതയുണ്ടാകാം, താഴ്ചയുണ്ടാകാം. ദൈവസന്നിധിയിൽ നീതിയോടെ വിശ്വസ്തയോടെ നിന്നാൽ നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. ദൈവം അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അതിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൊറോണ ടൈമിൽ നിങ്ങൾക്കറിയാമോ, ഈ ഒറീസ ആന്ധ്രാപ്രദേശിൽ കൊറോണയ്ക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അന്ന് ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തു. പിന്നെ അവരെ കണ്ടേയില്ല. പക്ഷേ കൊറോണ ടൈമിൽ വിഷമിച്ചിരിക്കുമ്പോൾ എവിടുന്നോ, എൻ്റെ കയ്യിൽ അവരുടെ നമ്പർ പോലും ഇല്ല, ഒരു മെസ്സേജ് അയച്ച് ദൈവദാസനെ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നു എന്ന് പറഞ്ഞ് ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്ക് അവർ 10,000 രൂപ അയച്ചു തന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ദൈവത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന വഴികളിലല്ലത്. അതിന് ദൈവം തൻ്റെ സമയത്ത് തൻ്റെ കൈകളിൽ എടുക്കാൻ പറ്റുന്ന ചിലരെ നിശ്ചയമായിട്ടും കർത്താവ് എടുക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. എനിക്കറിയാം കുറച്ച് സമയങ്ങൾ മുമ്പോട്ട് പോയി എന്നുള്ളത്, പക്ഷേ ഇതൊരു ടോക്ക് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒരു ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചിൽ ദൈവജനം ശുശ്രൂഷിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്തയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി തീരും. ഒന്ന്, ദൈവാശ്രയം നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ദൈവാശ്രയം പഠിക്കുക, ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുക, ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കുറച്ച് പുറുപുറുപ്പുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ജീവിതത്തിൽ വന്നാലും ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, ക്രമപ്പെടുക. പ്രാർത്ഥിക്കാം ഒരു വാക്ക്. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് നല്ല നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങൾക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. അത് മനസ്സിലാക്കി ഞങ്ങൾ ഓരോ ദിവസവും അധികം അങ്ങയോടുള്ള കൂട്ടായ്മയിലും സ്നേഹത്തിലും അവിടുത്തെ കരുതലുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പല സമയങ്ങളിലും ഞങ്ങൾ പലയിടത്തേക്കും ഓടിപ്പോകുന്നവരാണ്. വഴികൾ അന്വേഷിച്ച്, മനുഷ്യനിൽ ആശ്രയിച്ച്, ഞങ്ങളുടെ നീതിയും ഞങ്ങളുടെ ന്യായവും ഞങ്ങളുടെ സത്യസന്ധതകളുമൊക്കെ കർത്താവെ തിരിച്ചറിയപ്പെടാതെയൊക്കെ പോകുമ്പോഴും ഞങ്ങളതൊക്കെ തെളിയിക്കാൻ ശ്രമിക്കുന്നവരും വഴികൾ അന്വേഷിച്ച് പോകുന്നവരുമാണ്. അവിടുന്ന് എല്ലാം അറിയുന്ന ദൈവമാണ്. അങ്ങയുടെ സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് പുതിയൊരു സന്ദേശവുമായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.